ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഒരു മിനിറ്റും കൂടെ ഉണ്ട്. ആരൊക്കെ മീറ്റിംഗിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല പറയണ്ട. നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കയറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ക്ലിക്ക് ചെയ്യുമ്പോ കയറാൻ പറ്റുന്നില്ലേ? ആ, പറ്റുന്നില്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ? ഓക്കെ, താങ്ക് യു. ആർക്കൊക്കെയോ കയറാൻ പറ്റുന്നില്ല എന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്താ കാര്യം അറിയില്ല. ലെറ്റ് മീ ചെക്ക്. സോ നമ്മളിനി കൂടുതൽ സമയം കളയണ്ട, നമുക്ക് നമ്മുടെ സെഷനിലേക്ക് വരാം. അപ്പൊ എല്ലാവരെയും ഹൃദയപൂർവ്വം വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ ഒരു മീറ്റിംഗ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു മീറ്റിംഗിന് ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലെ? കുറച്ച് പേര് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ച് പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, പറയുന്നത് റെക്കോർഡ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. റെക്കോർഡ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, എത്രത്തോളം ഇത് കിട്ടുന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഓക്കെ, സോ എന്തായാലും എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഹാർട്ടിന്റെ ഇമോജി ഒന്ന് ഇടുമോ? ഓക്കെ, ഷമീറ മാം ഹാപ്പി ആണ്. യെസ്, എനിക്ക് ഭയങ്കര ഹാപ്പി കാണുമ്പോൾ. സുജിത മാം, സുബിൻ സർ, സുരേഷ്, ധനലക്ഷ്മി ചേച്ചി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ ഹാപ്പി ഹാർട്സ് എന്നുള്ള ഗ്രൂപ്പിലത്തെ മെമ്പേഴ്സ് മാത്രമല്ല, കുറച്ചധികം പേരൊക്കെ ഇതിലുണ്ട്. ആ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് വീഡിയോയിൽ വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോയിൽ വരാം കേട്ടോ. എനിക്കും കാണാമല്ലോ, അതിപ്പോ ഞാൻ മാത്രമുണ്ട്. താങ്ക് യു സ്വപ്ന, താങ്ക് യു സോ മച്ച്. അതെന്റെ ഫ്രണ്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരത്തിയാണ്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഷീസ് സംതിങ് സ്പെഷ്യൽ എന്നൊക്കെ പറയാം. നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് കിട്ടിയ ഒരു കൂട്ടുകാരത്തിയാണ്, ഇവിടെ മണ്ണാർക്കാടിൽ കേട്ടോ. അപ്പൊ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് അനില. ഹ്യൂമനിക്സില് മൈൻഡ് കോച്ച് എന്നുള്ള ഒരു ഇത് പഠിച്ചതിന് ശേഷം, ഇൻസ്റ്റിറ്റ്യൂഷനിൽ മൈൻഡ് കോച്ച് എന്നുള്ള ഒരു ലെവല് പഠിച്ചതിന് ശേഷം മൈൻഡ് കോച്ചിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി ഇപ്പൊ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് കോച്ചാണ്, ഒരു കൗൺസിലറാണ്. ഒരുപാട് പേര് നമുക്ക് ഇപ്പൊ ജീവിതത്തിൽ തന്നെ, എന്റെ ജീവിതത്തിൽ തന്നെ നമ്മൾ സംസാരിക്കുന്ന ചില വേർഡ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷെ നമ്മുടെ ലൈഫില് നമ്മളെല്ലാവരും, ഇപ്പൊ ഞാൻ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും, ഇപ്പൊ ധനലക്ഷ്മി ചേച്ചി ആയിക്കോട്ടെ, ആരെല്ലാം ഗ്രൂപ്പിൽ നിന്ന് കുറെ പേര് എന്നോട് വന്ന് പറഞ്ഞിരുന്നു കേട്ടോ, എന്റെ സംസാരം കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അനിലാണ്. അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. നമ്മൾ ഓരോരുത്തരും ഈ ലൈഫിൽ ജീവിക്കുന്ന, ഈ ഒരു ലോകത്ത് ജീവിക്കുന്ന വ്യക്തികളാണ്. നമുക്ക് രണ്ട് തരത്തിലുള്ള ആളുകളാവാൻ പറ്റും. ഒന്ന് നെഗറ്റീവ് മൈൻഡുള്ള ആള്, ഒന്ന് പോസിറ്റീവ് മൈൻഡുള്ള ആള്. അല്ലേ? ശരിയല്ലേ? ശരിയാണെങ്കിൽ ഒന്ന് സംശയപ്പെടുന്നത്, നിങ്ങളുടെ റിയാക്ഷൻ ഒന്ന് കാണട്ടെ. ഓക്കെ, 2-3 പേര് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ കാണുന്നതിൽ ഭയങ്കര സന്തോഷം. ഈ അനു എന്നുള്ള പേരിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലാവില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാണുമ്പോൾ. താങ്ക് യു സോ മച്ച് സുജിത. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ ലൈഫിൽ എല്ലാവരും പോസിറ്റീവ് ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സിൽ കുറെ പേരൊക്കെ, ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിൽ, നമ്മളെല്ലാവരും തന്നെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ആ വളർന്നു വന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നമുക്ക് ഇന്ന് എന്താണ് ഫുഡ് കഴിക്കാൻ കിട്ടുക. അതേപോലെ തന്നെ ആരുടെയോ മൈക്കോണാണ്, ബനു മൈക്കോണാണേ, മൈക്കോൺ മ്യൂട്ടാക്കണേ. എനിക്കിവിടെ മ്യൂട്ടാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഓക്കെ. നമ്മൾ ഇടയ്ക്ക് മൈക്ക് ഓൺ ആക്കുമ്പോൾ എന്താണെന്നറിയോ, അങ്ങനെ വോയിസിന്റെ ഡിസ്റ്റർബൻസ് വരും, അപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. ഇപ്പോ നമ്മൾ ഓരോരുത്തരും ലൈഫിൽ ഓരോ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉള്ള മനസ്സല്ല നമുക്ക് ഇപ്പൊ ഉള്ളത്. നമ്മൾ ഓരോ നിമിഷവും ഓരോ ദിവസവും വളരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരും. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നെഗറ്റീവ് ചിന്താഗതികളാണെന്നാണ് പറയപ്പെടുന്നത്. സയന്റിഫിക്കലി തെളിവുകൾ സഹിതം നമ്മുടെ സയന്റിഫിക്കലി തെളിയിച്ചിട്ടുള്ളത്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും ലൈഫിൽ, നെഗറ്റീവായ കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ്, കുറച്ച് സമയം നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ, പിന്നെ നമ്മൾ നെഗറ്റിവിറ്റി അങ്ങോട്ട് വഴുതി പോകും. അത് നമ്മുടെ തെറ്റല്ല ഒരിക്കലും. അത് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണ്. ചില ആളുകൾ ദൈവികപരമായിട്ട് പ്രാർത്ഥന, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോവുക, പള്ളികളിൽ പോവുക, നിസ്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മൈൻഡിൽ ഭയങ്കര റിലാക്സേഷൻ കിട്ടും. ഇല്ലേ? നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടില്ലേ? കുറെ പേരൊക്കെ ഈ അമ്പലത്തിൽ പോക്ക് അല്ലെങ്കിൽ പ്രാർത്ഥന കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകളുണ്ടായിരിക്കും. ഞാനൊരു 3 വർഷമായിട്ട് ഇതൊക്കെ, 4 വർഷമായിട്ട് ഇതൊക്കെ ഉപേക്ഷിച്ചതായിരുന്നു. പണ്ട് ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര ഭക്തിയൊക്കെ ആയിരുന്നു. പക്ഷെ കൊറോണയ്ക്ക് ശേഷം എന്റെ ലൈഫിൽ ഒരു സ്ട്രഗിൾ ഉണ്ടായപ്പോ, ആ സമയത്ത് ഞാൻ ഒരു മൈൻഡ് കോച്ച് അല്ല, ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ ഒരു വ്യക്തിയാണ്.
സാധാരണ ഒരു വ്യക്തി പറഞ്ഞാൽ സാധാരണത്തിൽ സാധാരണമായ ഒരു വ്യക്തി, ഒരു ഭാര്യയാണ്, 2 മക്കളുടെ കുട്ടിയാണ്. അപ്പൊ ആ ഒരു ലെവലിൽ ഇരിക്കുന്ന എനിക്ക് എന്റെ മൈൻഡിൽ കുറെ ഡിപ്രഷൻസ്, കുറെ നെഗറ്റീവ്സ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുന്ന സമയത്ത് സന്തോഷങ്ങൾ ഉണ്ടാവുമെങ്കിലും ആ സന്തോഷത്തിൽ നന്ദി പറയാതെ, അല്ലെങ്കിൽ ആ സന്തോഷത്തിൽ ചെറിയ കിട്ടുന്ന ഭക്ഷണത്തിൽ, കിട്ടുന്ന ഡ്രസ്സിൽ, അല്ലെങ്കിൽ നമ്മൾ കടന്നുറങ്ങാൻ ഒരു വീടുണ്ട്, അതിലുപരി നമ്മൾ പലതും 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 ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ എല്ലാവരുടെ ലൈഫ് അങ്ങനെയാണ്. ഇപ്പൊ ഇന്ന് തന്നെ അഫർമേഷൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്റെ ലൈഫിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിരുന്നാൽ കൂടി എനിക്ക് ഇതൊന്നും ഇല്ല. ഈ ഇല്ലാത്ത സംഭവങ്ങളിലാണ് നമ്മൾ വിഷമിച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആയിരുന്നു, ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോ ഈ ഒരു കഴിഞ്ഞ വർഷം മുതലാണ് ഞാനും പ്രാർത്ഥനയിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പോ പണ്ട് ചെയ്ത കാരണങ്ങളിൽ നിന്നും പിന്നെ നമ്മൾ പിന്മാറി ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥയ്ക്കൊക്കെ എത്തുന്നതിന് കാരണമുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകുന്ന വ്യക്തികളായിരിക്കും. അല്ലെങ്കിൽ എക്സാം ടൈമിലൊക്കെ ആയിരിക്കും നമുക്ക് ഭയങ്കര ഭക്തി വരും അല്ലെ. എക്സാം ടൈമിൽ നമ്മൾ നല്ല ഭക്തിയുള്ള ആളുകളല്ലേ, ഭയങ്കര ഭക്തിയായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മറന്നു വിട്ടു, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ വേഗം പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞു, ആ പരിപാടി കഴിഞ്ഞു, അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ മുതൽ ഞാൻ പറയാണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ, അത് പ്രാർത്ഥന ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും ഒരു യൂണിവേഴ്സിന്റെ ഒരു ശക്തിയുണ്ട്, ഒരു പ്രപഞ്ച ശക്തിയുണ്ട്. ആ പ്രപഞ്ച ശക്തിക്ക് നമ്മൾ പലരും പല പേരിട്ടിട്ട് വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാം ഉള്ളത് തന്നെയാണ് കേട്ടോ. അതൊക്കെ നമ്മളുടെ നമുക്കറിയില്ല. ഇത്രയും 40 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 4000 വർഷങ്ങൾക്ക് മുൻപ് എന്തുണ്ടായി ഭൂമിയിൽ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ഓരോരുത്തരും പഠിച്ചു വരുന്ന ഓരോരോ കാര്യങ്ങൾ, അതായത് സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ പഠിച്ചു വരുന്ന കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇന്നൊരു ദൈവത്തിന്റെ പേര് ഇന്നതായിരുന്നു, അല്ലെങ്കിൽ ഇത് ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഓരോരോ ബുക്ക്, ബൈബിൾ ആയിക്കോട്ടെ, ഖുർആൻ ആയിക്കോട്ടെ, ഭഗവത്ഗീത ആയിക്കോട്ടെ, ഇതൊക്കെ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് അറിയുന്നത്. അപ്പോ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താവണം എന്നുള്ള തീരുമാനം ആരുടെയാണ്? നമ്മുടെയാണ്. നമ്മുടെ തീരുമാനമാണ് നമ്മൾ എന്താവണം എന്നുള്ളത്. അത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവണോ അല്ല നെഗറ്റീവ് ആയിട്ട് ഉണ്ടാവണോ എന്നൊക്കെ ഉള്ളത് ആരുടെ തീരുമാനമാണ്? നമ്മുടെ തീരുമാനമാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് തംസ് അപ്പ് ചെയ്യൂ കേട്ടോ. ആരും മൈക്ക് ഓൺ ആക്കരുത്, പിന്നെ ഭയങ്കര അലമ്പാവും എന്നൊക്കെ. ഓക്കെ, കാണുന്നുണ്ട് വിചാരിക്കുന്നു. സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നിങ്ങളുടെ മെസ്സേജ് ഞാൻ ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ, താങ്ക് യു. സോ ഞാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഫുൾ സ്ക്രീൻ ആയിട്ട് അല്ലായിരിക്കും കാണുന്നുണ്ടാവുക. ഞാനിത് ഫോണിലാണ് നിങ്ങൾക്കിത് കാണിച്ചു തരണം കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പേർക്കൊന്നും ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ 2 ഡിവൈസിലാണ് ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ എന്റെ ഫോണിലാണ് ഈ സ്ക്രീൻ ഷെയർ ചെയ്യണതെങ്കിൽ എന്നെ കാണാൻ പറ്റില്ല, എന്റെ വീഡിയോ ഓഫ് ആയി പോകും. അപ്പൊ നിങ്ങൾക്ക് അതൊരു സുഖമില്ലാത്തൊരിതാവില്ലേ? അപ്പൊ എനിക്കിപ്പോ നിങ്ങളെയും കാണാം, നിങ്ങളെ കാണുന്നില്ല കേട്ടോ. കുറെ പേരുടെ വീഡിയോ ഒന്നും ഓണല്ല. വീഡിയോ ഓണാക്കാൻ പറ്റുന്നവർക്ക് ഒന്ന് വീഡിയോ ഓണാക്കിയിട്ട് ഇരിക്കുക. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് റീപ്രോഗ്രാമിംഗ്, ഈ കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ മനസ്സ് എന്താന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ മീറ്റിൽ ഒരു 3 ഡോട്ട് കാണാം, 3 കുത്തുകൾ. ആ കുത്തുകൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇൻ കോൾ മെസ്സേജ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് ടൈപ്പ് ചെയ്തിടാൻ പറ്റുമോ? നെജില മാം ഓൾറെഡി ഒരു ഹാർട്ടൊക്കെ ഇട്ടച്ച് എപ്പോഴാണ് കണ്ടത്. താങ്ക് യു മാം. എന്താണ് മനസ്സ്? മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? അല്ലെങ്കിൽ ഒരാൾക്കൊക്കെ മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കാട്ടെ, എല്ലാവരും കൂടെ ഓണാക്കുമ്പോഴാണ് പ്രശ്നമാവുക. മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? എന്തോ ആയിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് പറയോ, മൈക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ മെസ്സേജ് ഇടുവോ? ആർക്കും മനസ്സെന്താന്ന് അറിയില്ലേ? ഹലോ, സുജിത മാം, എനിക്കിവിടെ നോക്കുമ്പോൾ മാമിനെ കാണുന്നത് കേട്ടോ. മനസ്സ് എന്ന് പറഞ്ഞ എന്താണ്? ആർക്കും മനസ്സെന്താ അറിയില്ലേ? അറിയില്ല. നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സുണ്ട്, അതറിയോ എല്ലാവർക്കും? നമുക്കൊരു മനസ്സുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, മനസ്സുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ തയ്യാറിലൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാണത് ഓക്കെ ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ മനസ്സ് എന്താന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, വിവേകം, ഓർമ്മകൾ, ഇതൊക്കെ ഉൾപ്പെടുന്ന, ധനലക്ഷ്മി മാം ഇട്ടിട്ടുണ്ട്, നമ്മളെ കൺട്രോൾ ചെയ്യുന്നതാണ് മനസ്സ്. സാഹചര്യങ്ങൾ അനുസരിച്ചുള്ള ചിന്തയാണ് മനസ്സ്, ഇസ്മയിൽ സാർ ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ആണ്, നിങ്ങൾ പറയുന്നതൊക്കെ കറക്റ്റ് ആണ്. ഇപ്പൊ ഞങ്ങളുടെ മനസ്സിൽ കൂടെ കുറെ കാര്യങ്ങൾ പോലും എന്താ മനസ്സ് എന്ന്.
അപ്പൊ പല 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 ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഈ പറഞ്ഞ മോശമാകും വെച്ചിട്ട് പറയാത്ത ആളുകളായിരിക്കും. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, അതേപോലെ വിവേകങ്ങൾ, ഓർമ്മകൾ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു കൂട്ടായ ഭാവമാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. ഇതിന് രണ്ട് തരത്തിലുണ്ട്, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. 2 ടൈപ്പിലാണ്, കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഒരു ബ്രെയിൻ, ഇവിടെ ഒരു ബ്രെയിനിന്റെ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലെ, അതായത് ഇവിടെ ഒരു ബ്രെയിനിന്റെ പിക്ചർ കാണുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ തലയിൽ എല്ലാവരുടെ തലയിലും ഉണ്ട് ഒരു ബ്രെയിൻ. ആ ബ്രെയിനിന്റെ ഒപ്പം തന്നെ യെസ് സഫ്ന മാം ഇട്ടുണ്ട് ടോട്ടൽ മെന്റൽ പ്രോസസ്. യെസ്, അപ്പൊ നമ്മുടെ തലയിൽ വരുന്ന ഓരോ ചിന്തകളും നമ്മുടെ മെന്റലി നമ്മളെ ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അയ്യോ ഇന്നിപ്പോ ബിഗ് ബോസ് കണ്ടില്ലല്ലോ, ബിഗ് ബോസ് കാണുന്ന നേരത്താണ് ഈ അനില മാമിന്റെ ഒരു ക്ലാസ് എന്ന്. ചില ആളുകളെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ സീരിയൽ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന സമയം, ഫാമിലിയുടെ ഒപ്പം ഇരിക്കുന്ന സമയം, വാട്ട് എവർ. അത് നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി, എനിക്കെന്ന് പറയുന്നില്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്ക് 100% ഷുവർ ആണ്, നിങ്ങളുടെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ഭയങ്കര ഫ്രഷ് ആയിരിക്കും. നാളെ മുതൽ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞത് മുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, പുതിയ കുറേ കാര്യങ്ങൾ കിട്ടും. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, പക്ഷെ നമുക്ക് ഒരാൾ പറഞ്ഞു തരാൻ ഇല്ലാത്തത് കാരണം. ഇപ്പൊ ഞാനൊക്കെ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണെങ്കിൽ കൂടി ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങളുടെ സാർ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുമ്പോഴാണ് ഓക്കെ ഇത് ഇങ്ങനെയൊക്കെ ആണല്ലോ, ഞാൻ ചെയ്ത കുറേ തെറ്റുകൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തെല്ലാമാണ് മാറ്റേണ്ടത് എന്നുള്ള കുറേ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലായി. പിന്നെ വേറെ കുറേ കോഴ്സുകൾ ചെയ്യും, ഓരോരോ സ്ഥലത്ത് നമുക്ക് ഓരോരോ പുതിയ പുതിയ അറിവ് കിട്ടും. എല്ലാം നമുക്ക് കിട്ടുന്നതാണെങ്കിലും ചിലതൊക്കെ നമുക്ക് പുതിയ അറിവുകൾ തന്നെ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് രണ്ട് തരത്തിലുള്ള എന്തുണ്ട്, മൈൻഡ് ഉണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡും ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡും. ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്, നാളെ എന്ത് കറി വെക്കണം, അല്ലെങ്കിൽ നാളെ കുട്ടികൾ സ്കൂളിലേക്ക് പോകണം, അപ്പൊ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നാളെ വർക്കിന് പോകുന്ന സമയത്ത് എങ്ങനെ പോകണം, പെട്രോൾ ഉണ്ടോ വണ്ടിയിൽ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ്. ഇനി സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. അപ്പോ നമ്മുടെ ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഉള്ള നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെയും ബോധങ്ങളിനെയൊക്കെ നിയന്ത്രിക്കുന്ന. അതായത് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടി വി ഇരുന്ന് കാണാം. പക്ഷെ ചില ആളുകളെങ്കിലും അതൊന്നും ചെയ്യാതെ ഇപ്പൊ ഈ ഒരു മീറ്റിംഗിൽ കോൺസെൻട്രേഷൻ ചെയ്ത് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരുടെയും വീഡിയോ ഓൺ അല്ലാത്തതുകൊണ്ട് എത്ര പേര് ഇപ്പൊ ടി വി കണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനൊന്ന് കൺട്രോൾ ചെയ്തിട്ടാണ് ഇവിടെ കയറിയിട്ടുള്ളത് അല്ലെ, ഈ ഒരു ഇതിക്ക് കയറില്ലേ. ഓക്കെ, ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ എന്താണ് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്ന ആളുകളാണ്. ഇനി നമുക്ക് യുക്തിസഹജമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കൽ. ഇപ്പൊ നമ്മൾ പറയുകയാണ്, ഒരു പ്രശ്നം ഉണ്ടായി, നമുക്ക് എല്ലാവരും ഫാമിലിയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തുക്കളുണ്ട്, നമ്മൾ പല ടൈപ്പ് ഓഫ് വ്യക്തികളാണ്, പല ടൈപ്പിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുന്ന ആളുകളാണ്. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നമുക്കൊരു കഴിവുണ്ട്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവുണ്ട്. നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തംസ് അപ്പ് ഇടുക കേട്ടോ. നമുക്ക് എല്ലാവർക്കും എന്താണ്, കഴിവുകളുണ്ട്. ഉറപ്പായിട്ടും നമുക്ക് കഴിവുകളുണ്ട്. അപ്പോ നമ്മുടെ ആ കഴിവുകൾ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ചില സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നത്തിന്, എടാ നീ അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്ത് നോക്ക്, നിന്റെ ലൈഫിൽ നല്ലതാ വരുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ, നീ വേണമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപദേശിക്കലുണ്ട്. ഈ ഉപദേശം എന്ന് പറയുന്നത് നമുക്ക് യുക്തിസഹജമായിട്ട് കിട്ടുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്താണ് പ്രശ്നം പരിഹരിക്കാനുള്ളത്, അല്ലെങ്കിൽ ലൈഫ് എങ്ങനെ പോകണം. നമുക്കിപ്പോ ഇപ്പൊ എല്ലാവരും മാരീഡ് ആയിട്ടുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്, ചെറിയ കുട്ടികൾ എത്ര പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മളൊരു മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും മണി മാനേജ്മെന്റ് അല്ലെ. ക്യാഷ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം. കാരണം നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരുടെ അക്കൗണ്ടിലും ഇപ്പൊ കോടിക്കണക്കിന് രൂപയൊന്നും ഉണ്ടാവില്ല, സാധാരണക്കാർ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള എമൗണ്ട് എങ്ങനെ നമുക്ക് അത് വിനിയോഗിക്കാം എന്നുള്ള തീരുമാനം കാര്യങ്ങളൊക്കെ നമ്മുടെ ആയിരിക്കും. അപ്പൊ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും, ഇന്ന കാര്യങ്ങൾ എന്ത്. ചില ആളുകളൊന്നും അത് ഇപ്പോഴും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ പറയുക മണി മാനേജ്മെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തോർത്ത് എഴുതും, ആസൂത്രണം ചെയ്യും. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താവണം, എങ്ങനെയാവണം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യും, പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇതൊക്കെ കഴിയുന്നത് ആരെ കൊണ്ടാണ്, നമ്മളുടെ ബോധ മനസ്സിനെ കൊണ്ടാണ്. എനിക്കുമുണ്ട് ബോധ മനസ്സ്, നിങ്ങൾക്കുമുണ്ട്. അപ്പൊ നമ്മുടെ ബോധ മനസ്സ് കൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണുള്ളത്. ഉപബോധ മനസ്സ് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് പിക്ചർ കാണാം, ഒരു ഹെഡ്, ഒരു തല, ആ തലയിൽ കുറേ കാര്യങ്ങൾ. നമ്മുടെ ബോധ മനസ്സിലാണെങ്കിലും ഉപബോധ മനസ്സിലാണെങ്കിലും തൊട്ട് മുകളിൽ കാണുന്ന അങ്ങനെ ഒരു റോൾ ചെയ്യുന്ന നമ്മുടെ എന്താ പറയാ സ്നൈലിനെ മാതിരി, ഒച്ചിനെ മാതിരി ഒരു സംഭവം കാണാം. അപ്പോ നമ്മുടെ അറിവില്ലാതെ പ്രവർത്തിക്കുന്ന മനസ്സിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ കടന്നുറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ സ്വപ്നങ്ങൾ നമുക്ക് പല പല കാര്യങ്ങൾ വരും അല്ലെ. ഈ പല പല കാര്യങ്ങൾ വരാനുള്ള കാരണം എന്താണ്, നമ്മുടെ മനസ്സിനുള്ളിൽ എപ്പോഴോ കയറി കൂടി ചില കാര്യങ്ങളാണ് നമ്മൾ അറിയാതെ. ഇപ്പൊ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ 98% ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ് ആകുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും ക്യാഷിന്റെ പ്രശ്നമാണ്, മണി ബ്ലോക്ക് ആയി കിടക്കുകയാണ്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച മാതിരി നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല, അതല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച മാതിരി നമ്മുടെ ജോബിൽ ഉയർച്ച കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ, ശീലങ്ങൾ, ഓർമ്മകൾ, വികാരങ്ങൾ, ഈ സംഭവത്തിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. നമ്മളിങ്ങനെ വിചാരിക്കണം, എന്റെ മോൻ ഇങ്ങനെയാണല്ലോ, നമ്മൾ പറഞ്ഞു പറഞ്ഞത് അങ്ങനെ യൂണിവേഴ്സ് അത് കേട്ടത് അങ്ങനെ ആ ഒരു രീതിക്ക് മാറും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാണ് എന്റെ ജോബിൽ ഇപ്പൊ സാലറി ഇപ്പോഴും ആ പഴയ സാലറിയാണ്, ഇനി ഒന്നും കൂടുന്നില്ല, കൂടുമ്പോൾ 100-200 വെച്ചിട്ട് കൂടുന്നുള്ളൂ. അത് നമ്മളിങ്ങനെ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിന് ആരോ ഒരാൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ബോധ മനസ്സിനേക്കാൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉപബോധ മനസ്സിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ സാധിക്കുക, അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നടക്കുക, നമ്മൾ അറിഞ്ഞോ അറിയാതെയായി നടക്കും. അപ്പൊ ഇതൊരു കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ തെറ്റുകൊണ്ടല്ല നമ്മൾ ആരും നമ്മുടെ ലൈഫിൽ എവിടെയും സക്സസ് ആയി എത്താതിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ചെറുപ്പം മുതൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ മൈൻഡിൽ കയറിയിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, നെഗറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾക്ക് അറിയാം. ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും, പോസിറ്റീവ് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ പോസിറ്റീവിനെ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഓർക്കുന്നത് നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. ഇവിടെ അങ്ങനെ പറഞ്ഞു, മറ്റൊരിങ്ങനെ പറഞ്ഞു, സ്കൂളിലെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഓഫീസിൽ അങ്ങനെ ഇങ്ങനെ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരും. അതായത് പറഞ്ഞു തരുന്നത് നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പോലെയാണ്. ഇതിലെല്ലാ വിവരങ്ങളും നമ്മൾ ചെറുപ്പം മുതൽ എല്ലാ വിവരങ്ങളും സൂക്ഷിച്ചു വെക്കും. നമ്മൾ അറിയാതെ അത് ഓട്ടോമാറ്റിക്കലി ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ നാവിൽ നിന്ന് അത് പുറത്തേക്ക് വരും, വായിൽ നിന്നും. അത് മറ്റൊരാൾക്ക് ചിലപ്പോൾ ഭയങ്കര വിഷമായിരിക്കും, നമ്മൾ ആ പറയുന്ന വേർഡ്. അവരൊക്കെ അത് എന്നോ മറന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ ഉപബോധ മനസ്സിൽ അത് കിടക്കുന്നുണ്ടാവും. അപ്പോ നമ്മൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു മനസ്സുണ്ട്, അതിന് ബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്. ഉപബോധ മനസ്സിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് തംസ് അപ്പ് ഇടുന്നേ. എല്ലാവരും ഉറങ്ങിയോ? ഇല്ലല്ലോ, ഇവിടെ ഉണ്ടോ എന്റെ കൂടെ? ഓക്കെ റുഫീന, ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഇനി നമുക്ക് നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാമിംഗ് ചെയ്യണം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യണം. നമുക്ക് ഒരാൾ പറഞ്ഞു തരാൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമായിരിക്കാം. ഇന്നിപ്പോ ആരോ ഒരാൾ, എനിക്ക് പേര് ഓർമ്മയില്ല, ഡിഗ്രി ചെയ്യുന്നുണ്ട്, ഞാനിപ്പോ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു പറഞ്ഞു നേരത്തെ, ഞാൻ മൈൻഡ് കോച്ചായി വർക്ക് ചെയ്യുന്നു. മൈൻഡ് കോച്ച് മാത്രമല്ല, ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അബാക്കസും കമ്പ്യൂട്ടറാണ് മെയിൻ. അതേപോലെ തന്നെ ഇപ്പോഴാണ് ഞാൻ ഡിഗ്രി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡിപ്ലോമ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്നത് എവിടെയാണ്? മൈൻഡ് കോച്ച് എന്നുള്ള ഫീൽഡിലാണ് അല്ലെ. അതേപോലെ ഓൺലൈൻ വർക്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ സജീവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ലൈഫിൽ എന്താവണം എന്നുള്ളൊരു തീരുമാനം എനിക്കുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ ഡൗൺ ആയി പോകും. അങ്ങനെ ഡൗൺ ആയി പോകുന്ന സമയത്ത് നമുക്ക് ഒരാള് നമ്മുടെ കൈ പിടിച്ച് ഉയർത്താൻ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം പറഞ്ഞു തരാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ നമ്മൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ മടി പിടിച്ചിട്ട്, ഇപ്പൊ ഇന്ന് ഡിഗ്രിയുടെ കുട്ടി വന്നത് കുറെ പഠിക്കാനുണ്ട്, ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്തതാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ആള് ഇവിടെ ഉണ്ടോ? ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ ഒന്ന് കൺസെപ്റ്റ് ചെയ്യണേ. അപ്പൊ ആള് വന്നത് ഇങ്ങനെയാണ്, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല, കഴിയുന്നില്ല എന്നാണ്. അപ്പൊ ഞാൻ കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആളത് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ കുറെ പേർക്ക്, നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറെ പേർക്ക് കുറച്ചൊക്കെ അഫർമേഷൻ ഞാൻ തന്നിട്ടുണ്ടല്ലേ. അപ്പൊ നിങ്ങളതൊക്കെ ഫോളോ അപ്പ് ചെയ്യുക. അപ്പൊ നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോ നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിന് കൊടുക്കുന്നത് എന്നെ കൊണ്ട് ഒന്നും കൊള്ളില്ല, ഞാൻ ഇപ്പൊ ഈ ചോറും കറി ഉണ്ടാക്കാനേ പറ്റൂ, ഞാൻ ഇങ്ങനെയാണ്, എന്റെ ലൈഫ് ഇങ്ങനെ കൂടും, ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ എന്താ ഇങ്ങനെയെന്ന് ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാവും. അപ്പൊ ഞാൻ എന്താ പറയാ, ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്ക് ചെയ്യാൻ കഴിയും, ഞാൻ ടാലന്റഡ് ആണ്, ഞാൻ ഓക്കെ ആണ്, ഞാൻ സൂപ്പർ ആണെന്ന് നമ്മൾ തന്നെ നമ്മളോട് പറയുകയാണെങ്കിൽ, നമ്മൾ സ്ട്രോങ് ആണ്, നമ്മൾ ബ്രേവ് ആണെന്നൊക്കെ നമ്മൾ തന്നെ നമ്മളോട് പറയുകയാണെങ്കിൽ, നമ്മുടെ മാത്രമല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ പറയുന്നത് കേൾക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരോടും പറയാം. ഉറക്കെ വിളിച്ച് പറയണമെന്നല്ല, പക്ഷെ നമ്മൾ ഒരു വട്ടമെങ്കിലും നമ്മളത് പറഞ്ഞു നോക്കിയാൽ പുറത്തേക്ക് നമ്മുടെ സൗണ്ട് വരട്ടെ. അതിനിപ്പോ എന്താ, നമ്മളെ ഒരു മുറിയിൽ നമ്മൾ കണ്ണാടി നോക്കി പറയുന്നതാവട്ടെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മുന്നിൽ നിന്ന് പറയണം എന്നല്ല പറയുന്നത്. പക്ഷെ ഈ ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മുന്നിൽ നിന്ന് നമ്മൾ പറയുന്നത് അത്രയും തീവ്രമായിരിക്കും. എല്ലാവരും ഒരേപോലെയുള്ള മൈൻഡിൽ, എല്ലാവരും പോസിറ്റീവ് മൈൻഡിൽ, ഈ ചന്ദനം ചാരി നിന്ന ചന്ദനം മണക്കും പറഞ്ഞ മാതിരി അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് സംഭവിക്കുക. ഇല്ല അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളുടെയൊക്കെ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ കൂട്ടം കൂടി ഇരുന്ന് നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ അതൊക്കെ തന്നെയാണ് നടക്കുന്നത്. നമ്മൾ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സൊക്കെ ക്യാച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലെ ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും, ഓക്കെ എന്റെ ഈ സ്വഭാവം, ഞാൻ ഈ പറഞ്ഞ ഈ കാര്യം ശരിയായില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾ അതൊന്നും ഇവിടെ പറയണ്ട. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ ഒരു കാര്യം തോന്നിയില്ല, ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞല്ലോ, എന്റെ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നൊരു തോന്നലുണ്ടാവും. അപ്പൊ അത് നമ്മൾ മാറ്റണം. അത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ എന്താവുള്ളൂ, നമ്മളെ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ പുതിയ ശീലങ്ങൾ കൊണ്ടുവരാനും
പഴയ കാര്യങ്ങളിലൊക്കെ മാറ്റി വെക്കാനും നമുക്ക് എല്ലാവർക്കും എന്ത് വേണം, ഒരു ഗോൾ വേണം, ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിംഗ്, നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് വഴികളുണ്ട്. ഇന്ന് ഞാൻ ആ വഴികൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് നമ്മുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്ഥിരമായിട്ടുള്ള സംഭാഷണം, നമ്മൾ സ്വയം പോസിറ്റീവായിട്ട് സംസാരിക്കുക. പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളോട് തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുക. ഞാനിപ്പോ പറഞ്ഞ മാതിരി ഐ ആം ബ്യൂട്ടിഫുൾ, ഞാൻ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും ഞാൻ കാണാത്ര കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് മുൻപ് ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ജെൻസ് ആയാലും ലേഡീസ് ആയാലും നമുക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ തോന്നുന്നുണ്ടാവും നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്, അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ഹാപ്പി കണ്ടെത്താൻ നിങ്ങൾ സംസാരിക്കുന്ന ചെയ്യുക. സ്ഥിരമായിട്ട് സ്വയം സംസാരിക്കുക, അതും പോസിറ്റീവായിട്ട്. ദെൻ വിഷ്വലൈസേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കണം എന്നൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണ്, കുറെ ഹാർഡ് വർക്ക് ചെയ്യുക, കുറച്ച് സ്മാർട്ട് വർക്ക് ചെയ്യുക. അത് മാത്രമല്ല, ഒരു വിശ്വാസം കൂടെ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയാൻ കേട്ടോ, ചില ആളുകൾക്കൊന്നും ഇവിടെ ഇപ്പോൾ സ്വന്തമായി വീടില്ലാത്ത വ്യക്തികളുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് എന്താണ്, ഇത്ര സ്ക്വയർ ഫീറ്റിൽ ഇന്ന കളറിൽ ഇന്ന രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ വേണോ ആ ഒരു രീതിയിൽ. ഇന്നിപ്പോ ഒരാൾ എനിക്ക് വിത്ത് ഫോട്ടോയോട് കൂടി അയച്ചു തന്നെ എനിക്കൊരു അഫർമേഷൻ തരുമോ മാം, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട്, പ്രകൃതി രമണീയമായ ഒരു വീട് വേണമെന്നും പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ കംപ്ലീറ്റ് അവരുടെ മനസ്സിലുണ്ട്, ആ ഫോട്ടോസ് ഒക്കെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വിഷ്വലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വേറെയും കുറേ ടൂൾസ് ഉണ്ട്. ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ ഫ്രീ സെഷൻ ആണല്ലോ, അതുകൊണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യുക. വിഷ്വലൈസേഷൻ ഭയങ്കര പവറാണ്. നമ്മൾ ദൃശ്യവൽക്കരണം എന്ന് പറയും. ഇപ്പൊ മൂവീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടാവില്ല, സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിലത്തെ സീന്, പാട്ട്, എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും. ബുക്ക് പഠിക്കുകയാണെങ്കിൽ എത്ര പേരുടെ മനസ്സിൽ നിൽക്കും അത്രയും കാര്യങ്ങൾ. കുറച്ച് കഴിയുമ്പോഴേക്കും ഉറക്കം വരും ബുക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമുക്ക് എന്തായി, ഓ മതിയായി, ഇനി വേണ്ട. നമുക്ക് ചിലപ്പോൾ എക്സാം ടൈമിലൊക്കെ കയറുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നമ്മുടെ മൈൻഡിലേക്ക് എത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ഥിരമായിട്ട് സ്വയം പോസിറ്റീവായി സംസാരിക്കുക. അതേപോലെ തന്നെ ദൃശ്യവൽക്കരണം, നിങ്ങൾ അത് നേടിയെടുത്തു കഴിഞ്ഞു എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വിഷ്വലൈസേഷനിൽ ഇരിക്കുക. പിന്നെ സ്ഥിരമായിട്ട് ആവർത്തിക്കുക, റിപ്പീറ്റേഷൻ. ഒരു കാര്യം നമ്മൾ ഒരു വട്ടം പറഞ്ഞു, ഇപ്പൊ ഇന്ന് ഓക്കെ ആണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു, ഇപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു ദിവസമല്ല, അല്ലെങ്കിൽ ഒരു മിനിറ്റ് അല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലൈഫിൽ ഓരോ മിനിറ്റിലും നമുക്ക് ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരു ദിവസം അല്ലെങ്കിൽ 365 ദിവസം, ഒരു വർഷം ഒന്നും അല്ല, ഓരോ മിനിറ്റിലും ഇപ്പൊ കൂടെ നിങ്ങളുടെ മനസ്സിൽ കൂടെ പല പല കാര്യങ്ങൾ പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എന്താണോ പറയുന്നത്, എന്താണോ ചിന്തിക്കുന്നത്, ആ കാര്യമായിരിക്കും നമ്മൾക്ക് എത്തുക. അപ്പോൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, ആ കാര്യം നേടിയെടുത്തതിന് ശേഷം അടുത്തതിലേക്ക് ഫോക്കസ് ചെയ്യുക. അത്രയും തീവ്രമായി നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. ടേക്ക് കെയർ ഓഫ് യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ വേണം ടേക്ക് കെയർ ചെയ്യാൻ. എന്നെ കൊണ്ടോ മറ്റാരെ കൊണ്ടോ പറ്റില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ അല്ലേ. പക്ഷെ നിങ്ങൾ തീരുമാനിക്കണം. നമ്മൾ തീരുമാനിച്ചാൽ നമ്മളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും, ഉറപ്പായിട്ടും അത് പറ്റും. ഇപ്പൊ കുറെ പേര് പറയും എനിക്ക് ദേഷ്യമാണ്, എനിക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ. പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റും. അതിനുള്ള കുറെ ടൂൾസും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മുടെ പെയ്ഡ് സെഷനിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സെക്ഷനിൽ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഏകദേശം 9 മണി ആവാനായി, സമയമായി. അപ്പോൾ അങ്ങനെ അപ്പൊ എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്ഥിരമായിട്ട് സ്വയം പോസിറ്റീവായിട്ട് സംസാരിക്കുക, അതേപോലെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുക, അതിന് റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റേഷൻ ഭയങ്കര എന്താണ്, പവർഫുൾ ആണ്. ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും, ഇപ്പൊ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ തരുന്നുണ്ടല്ലേ, അത് നമ്മൾ ഡെയിലി നമ്മൾ പറയുക. ഉറങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ മോർണിംഗ് എണീക്കുന്ന സമയത്ത് അപ്പൊ തന്നെ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി വരും, ഒരു സന്തോഷം വരും, ഒരു ഹാപ്പിനെസ് വരും. നമുക്ക് നല്ലത് എവിടെ നിന്ന് കിട്ടുന്നു അവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിൽക്കുക. മോശം കാര്യങ്ങൾ കിട്ടുന്നവരും നമുക്ക് ഇങ്ങനെ വിട്ടു പോകാനൊന്നും പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അത്രയും പ്രിയപ്പെട്ട വ്യക്തികളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നായിരിക്കും. സൊസൈറ്റി നമുക്ക് ഇങ്ങോട്ട് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. പക്ഷേ പോസിറ്റീവ് കിട്ടുന്ന കാര്യങ്ങൾ സൊസൈറ്റിയിൽ നിന്ന് എവിടെ നിന്ന് കിട്ടുകയാണെങ്കിലും നിങ്ങൾ അവിടെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുക. നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുകൾക്ക് നല്ലതായിട്ട് കൂട്ടുകൂടുക. മോശം കാര്യങ്ങൾ പറയുന്നത് ഓക്കെ ശരി, നമ്മൾ ഇത് കൂടെ കേൾക്കുക, ഇത് കൂടെ വിടുക, അത്രേ ഉള്ളൂ. ഓക്കെ, വോയിസ് ഇടയ്ക്ക് കട്ടാവുന്നുണ്ടോ? എന്റെ വോയിസ് കട്ടാവുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആണോ? എനിക്ക് വോയിസ് കട്ടായിട്ട് ലോ ബാറ്ററി പ്ലീസ് ചാർജ് എന്ന് പറയുന്നുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോ. ഇവിടേക്ക് ക്ലിയർ ഉണ്ട് മാം. ഓക്കെ ഓക്കെ, ഇത് ഫുൾ ചാർജ് ആണ്, എന്റെ ഫുൾ ചാർജ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് എല്ലാവരും ഒന്ന് ഓഫായിക്കോളൂ. ബാക്കിയും കൂടെ നമുക്ക് പറയാം, പിന്നെ നമുക്ക് പറയാനുണ്ട് കുറെ കാര്യങ്ങൾ. ഇതുവരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഓക്കെ ആണോ? ആണെങ്കിൽ ഒന്ന് തംസ് അപ്പ് ചെയ്യണേ. ഓക്കെ, സുബിൻ സുരേഷ് സർ, ഓക്കെ, സുജിത ധനലക്ഷ്മി മാം, ഓക്കെ, സ്വപ്ന, താങ്ക് യു സോ മച്ച്.
അപ്പോൾ ഇനി നമ്മളുടെ ഈ ഒരു മെയിൻ മെത്തേഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറയുന്നത് അഫോർമേഷൻസ് ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള അഫോർമേഷൻസ് മാത്രം നമ്മൾ എടുക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുക, പോസിറ്റീവ് ആയിട്ട് മാത്രം അഫോർമേഷൻസ് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോലുള്ള മൈൻഡ് കോച്ചസിന് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ച് വ്യക്തമായി നിങ്ങളുടെ ബുക്കുകളിൽ എഴുതി വെച്ചോ, അല്ലെങ്കിൽ മനസ്സിൽ നമ്മളിപ്പോൾ പറഞ്ഞാൽ മതി. ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കൂടുതൽ ശക്തിയാണ്. അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് നമുക്കത് പറഞ്ഞ് നമുക്ക് തന്നെ അത് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം, വ്യക്തമായിരിക്കണം. നമുക്ക് എന്താ പറയുക, ഇപ്പൊ നമ്മൾ എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നു, അത് നമ്മൾ പോയിന്റ്സ് മാത്രം എഴുതി വെച്ചു, അല്ലെങ്കിൽ നമുക്ക് തോന്നിയത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ചിലപ്പോൾ മാർക്ക് ഫുള്ള് കിട്ടില്ല. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട്, ഞാൻ ടീച്ചർ ഫീൽഡ് ആയതുകൊണ്ട് ഇത്രയും വ്യക്തമായി പറഞ്ഞു, നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, വരും, എഴുതുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ, അത് കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് 10 ഔട്ട് ഓഫ് 10 ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു ക്വസ്റ്റിന് 10 മാർക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1 or 2 ഒക്കെ ആയിരിക്കും കൊടുക്കാൻ പറ്റുണ്ടാവുക. ബിക്കോസ് നമ്മുടെ ലൈഫ് അങ്ങനെ തന്നെയാണ്. നമ്മൾ പഠിക്കുന്ന, നമ്മൾ ഓരോരുത്തരും സ്കൂളിലൊക്കെ പോയ ആളുകളാണ് അല്ലെ. 1, 2, 3, 4, 5, 6, 10 ഡിഗ്രി അല്ലെങ്കിൽ ഒരുപാട് പേര് ഒരുപാട് പഠിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ള ആളുകളാണ്. എന്നിരുന്നാൽ കൂടി നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താവണം, ലൈഫിൽ നമ്മൾ എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയാൻ പാടില്ല, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇതിനെ കുറിച്ചൊന്നും നമുക്ക് ആരും പഠിപ്പിച്ചു തരുന്നുമില്ല, ആരും പറഞ്ഞു തരുന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താവാൻ പറ്റും, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അത് മറ്റൊരാളെ ചതിക്കാതെ, വഞ്ചിക്കാതെ, വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ നേച്ചറിനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നടക്കും, നമ്മളിലേക്ക് എത്തും. ഞാൻ ഒരിക്കലും നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ, പുതിയ ഗ്രൂപ്പിൽ ഇല്ലാത്ത വ്യക്തികളുണ്ട്, ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. തീവ്രമായി ആഗ്രഹിക്കുക, സന്തോഷപൂർവ്വം. മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും വളരെ ഹാപ്പിയോടുകൂടി, മറ്റൊരാൾക്ക് ഒരു ഉപദ്രവവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് പറയേണ്ട ചില കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് നമുക്ക് ഉറപ്പായിട്ടും രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. ഇനി വിഷ്വലൈസേഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആ കാര്യം യഥാർത്ഥമായി സംഭവിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ അതിനുവേണ്ടി നന്ദി പറയുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെയും കുറെ ടൂൾസ് ഉണ്ട്, നമുക്ക് ഇന്ന് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യുക. ദെൻ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഏറ്റവും പവർ ഉള്ളതാണ്. ഞാൻ ഇന്ന് നമുക്ക് ഒരു മെഡിറ്റേഷൻ തരണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ ടൈം എന്തായി, ടൈം ഏകദേശം 9 മണി ആയിട്ടുണ്ട്. മെഡിറ്റേഷൻ ഒരു ഹാഫ് ആൻ അവർ ഇപ്പൊ തരാൻ പറ്റുന്നുണ്ടാവില്ല, നോക്കാം, നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ മീറ്റിംഗിന്റെ അവസാനം വരെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു സ്പെഷ്യൽ സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. അപ്പോൾ മാക്സിമം ഫുള്ളായിട്ട് നമ്മുടെ കൂടെ ഇരിക്കുക. അപ്പൊ മെഡിറ്റേഷൻ പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ, നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. സ്ഥിരമായിട്ടുള്ള ധ്യാനം നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഇവിടെ പലരും ചെയ്യുന്ന ആളുകളുണ്ടാവും കേട്ടോ, കുറച്ച് പേരൊക്കെ ചെയ്യാത്തവരുണ്ടാവും, കുറച്ച് പേര് ചെയ്യുന്നവരുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് കാര്യം നമ്മളിപ്പോ എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുക, ആസ്ക് ചെയ്യുക. അതേപോലെ തന്നെ ഒരു മിനിറ്റ്, സ്ക്രീൻ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആക്കാം. ഓക്കെ, ആസ്ക് ചെയ്യുക, അതിനെ ബിലീവ് ചെയ്യുക, നന്നായിട്ട് ബിലീവ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ റിസീവ് ചെയ്യുക. നമ്മുടെ ദി സീക്രട്ട് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, ആ ബുക്കിൽ പറയുന്ന ഒരു കാര്യമാണ്, എന്റെ വേർഡുകളല്ല, ഞാനും അതിലൂടെ എല്ലാം പോയി, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായി ഫോളോ അപ്പ് ചെയ്ത്, ഇപ്പൊ ഒരു കോഴ്സ് ഒക്കെ എടുത്ത് നമ്മൾ ക്യാഷ് മുടക്കിയിട്ട് തന്നെയാണ് കോഴ്സുകൾ എടുക്കുന്നത്. എല്ലാവർക്കും അറിയാലോ, നമ്മളെല്ലാവരും പഠിക്കാൻ പോകുന്ന സമയത്ത്, ഇപ്പൊ ഡിഗ്രി ആണെങ്കിലും ഏതാണെങ്കിലും, നമുക്ക് ഡിഗ്രിക്കൊക്കെ 6 months ആണ്. അപ്പം 6 മാസം കൂടുമ്പോൾ ഫീസ് അടയ്ക്കുക, പഠിക്കുക, വരിക, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ചില കോഴ്സ് 1 month കൊണ്ട് നമ്മൾ പേയ്മെന്റ് അടയ്ക്കുന്നു, സർട്ടിഫിക്കറ്റ് മേടിക്കുന്നു, നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കഴിഞ്ഞു. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ എന്ത് പഠിച്ചു, 10ാം ക്ലാസ് ആയിക്കോട്ടെ, നിങ്ങൾ 10 വരെ പഠിച്ചിട്ടുള്ളൂ, ആയിക്കോട്ടെ, 10 വരെ മതി. ആ 10 വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം, പ്രയത്നിക്കണം. എനിക്കൊന്നും കഴിയില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് അങ്ങനെ തന്നെ ആയിപ്പോവും. അപ്പൊ എന്താണ്, ബി കൈൻഡ് ടു യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ എന്ത് ചെയ്യുക, കൈൻഡ് ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിനോട് കൈൻഡ് ആയിട്ടിരിക്കുക. നമ്മൾ നമ്മുടെ മൈൻഡിനോട് കൈൻഡ് ആയിട്ടിരുന്നില്ലെങ്കിൽ പിന്നെ വേറെ ആരെ കൊണ്ടാ കൈൻഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുക, അല്ലെ? വേറെ ആരെ കൊണ്ടും കൈൻഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മൾ വേണം നമ്മളെ ശ്രദ്ധിക്കാനും, നമ്മൾ വേണം നമുക്ക് വേണ്ട പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനും. കറക്റ്റ് അല്ലേ? ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് തംസ് അപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ മനസ്സ് എന്താണ് ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ഇവിടെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് പേർക്ക് അറിയില്ല, എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അതേപോലെ നമ്മുടെ മനസ്സിൽ 2 ഭാഗങ്ങളുണ്ടെന്നും അതിൽ പോസിറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും നിറയുന്നുണ്ടെന്നും, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സ് കൂടുതൽ
ക്യാച്ച് ചെയ്യുക എന്നുള്ളതോ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താവണം എന്നുള്ള തീരുമാനം ഇന്ന് മുതൽ നിങ്ങൾ എടുക്കുക. ഇപ്പം മുതൽ നിങ്ങൾക്ക് എന്താവണമോ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം, നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇനി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു പോർഷനാണ്. നിങ്ങൾക്ക് സംസാരിക്കാം, 1-2 പേര്, അല്ലെങ്കിൽ ഇത് ഈ മീറ്റിങ്ങിലുള്ള അത്രയും പേര് മൈക്ക് ഓണാക്കി സംസാരിക്കാമെങ്കിൽ അത്രയും സന്തോഷം. ഓരോരുത്തരായിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ ഹാപ്പി ഹാർട്സ് എന്നുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ എനിക്ക് ഫീഡ്ബാക്സ് കിട്ടിയ ഭയങ്കര സന്തോഷമായിരിക്കും. നിങ്ങൾ ഓരോരുത്തരുടെയും ഉണ്ടോ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക, അതിനുള്ള സമയമാണ്. മൈക്കിൻ്റെ ഇത് ഓപ്പൺ ആണ്, ഓരോരുത്തരായി മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കുക. ഓക്കെ, ആർക്കൊന്നും പറയാനില്ലേ? ഹായ് അനില മാം, ഞാൻ നിങ്ങളുടെ ക്ലാസ് കേട്ടു. ഞാൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലില്ല, അതുകൊണ്ട് കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷെ ക്ലാസ് വളരെ നന്നായിരുന്നു. നമുക്കറിയാത്ത സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും അതിന്റെ പവറിനെ കുറിച്ചും വിഷ്വലൈസേഷൻ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പൊ നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മതിയാവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു സെഷൻ, ഇത്രയും ടൈമും എഫേർട്ടും ഒക്കെ എടുത്ത് ചെയ്തതിന് വളരെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും പേഴ്സണൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ, ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ഫീഡ്ബാക്സ് ഓരോരുത്തരുടെ കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഹലോ, കേക്കാമോ? കേൾക്കാം. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ ലേഖ മാം. ആ മോളെ, ക്ലാസ് കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, നന്നായിരിക്കുന്നു. ഓക്കെ, നന്നായിട്ട് താങ്ക് യു മാം. നെക്സ്റ്റ് സ്വപ്ന, സുജിത മാം, ഇസ്മയിൽ, പിന്നെ ആരെ സുബിൻ ബാബു എന്ന് പറഞ്ഞിട്ട് സാറിന് കാണുന്നുണ്ട്. പേഴ്സണലി എനിക്കറിയില്ല. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം കേട്ടോ. ഹലോ മാം, യെസ്, കേക്കണ്ട മാം? ആ കേൾക്കുന്നുണ്ട് സുജിത മാം, പറഞ്ഞോളൂ. സൂപ്പർ ആയിട്ടുണ്ട് മാം ഇന്നത്തെ മീറ്റിംഗ്. എല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാവുന്ന മാതിരി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വളരെ ഇഷ്ടമായി മാം എനിക്ക്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കമ്മ്യൂണിറ്റിയിൽ മെസ്സേജ് ഇട്ടിട്ട് പിന്നെ വോയിസ് ഇടുന്നതിന്റെ റീസൺ ഒരാള് നമ്മുടെ സുജിത മാം ആണ്. ആള് തമിഴ്നാട്ടിലായിരുന്നു, ഇപ്പൊ നമ്മുടെ നാട്ടിലാണ്. പക്ഷെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വോയിസ് ഇടുന്നത് കേട്ടോ, കാരണം അധികം മലയാളം വായിക്കാൻ അറിയില്ല, മലയാളം റീഡ് ചെയ്യാൻ അറിയില്ല. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ സമയം കണ്ടെത്തി ആ സമയത്ത് ഞാൻ വോയിസ് ഇടും. അപ്പൊ വോയിസ് ഇടുന്ന സമയത്ത് ഓരോരുത്തർക്കും ആ വോയിസ് കേൾക്കുമ്പോൾ ഹാപ്പിനെസ് കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഒരു ഇഷ്ടമായി കൊടുക്കാൻ വേണ്ടിയിട്ട്, വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ 1-2 പേരും കൊണ്ടുവന്നപ്പോൾ കുറച്ച് പേര് ജോയിൻ ആയിട്ടില്ല തോന്നുന്നു, തമിഴ്. അവരാണ് റെക്കോർഡ് അയച്ചുതരാൻ പറ്റുള്ളത്. റെക്കോർഡൊക്കെ ചെയ്തിട്ടുണ്ട്, എന്താവും അറിയില്ല. ഞാൻ ഗൂഗിൾ മീറ്റിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ റെക്കോർഡൊക്കെ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് സുജിത മാം. നെക്സ്റ്റ് താങ്ക് യു അനില. താങ്ക് യു. വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞു. ഉഷാറായിട്ടുണ്ട്, കീർത്തിക്ക എല്ലാമേ ഉഷാറായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ക്ലാസ് എടുത്തു. നിങ്ങളെ ആരും മനസ്സിലാവുന്ന മാതിരി പറഞ്ഞു തരില്ല മാം. നിങ്ങളായിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാവുന്ന മാതിരി പറഞ്ഞു തന്നു. താങ്ക് യു. നല്ല കാര്യങ്ങൾ ആരും പറയില്ല മാം. നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരുപാട് പേരുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമുക്ക് ഇപ്പൊ നമ്മുടെ മൈൻഡ് കോച്ചിന്റെ കോഴ്സിൽ ചേരുമ്പോൾ തന്നെ നമ്മളൊക്കെ പേയ്മെന്റ് ഒക്കെ അടച്ച് നമ്മൾ വന്നു, കോഴ്സ് എടുത്തു, അതിൽ നമ്മൾ കിട്ടി. അങ്ങനെ വരുന്ന സമയത്ത് കുറെ ആളുകൾ ഇതിനു വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകും. നമുക്ക് തലവേദന ഉണ്ട്, പനിയുണ്ട്, വെയ്യായിക ഉണ്ട്. നമ്മൾ കുട്ടികളായിക്കോട്ടെ, നമ്മളായിക്കോട്ടെ, ആരാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, വേഗം എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകും, നമുക്കാണെങ്കിൽ കൂടി. പക്ഷെ മനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം, ഡിപ്രഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ആയിക്കോട്ടെ, നമ്മൾ പെട്ടെന്ന്
കുട്ടികളിനെ അല്ലെങ്കിൽ നമ്മളെ പോയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി മടിക്കും. കാരണം നമ്മൾ അവരുടെ ആ ഒരു ഓഫീസിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് ഭ്രാന്തൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ഭ്രാന്തനോ ഭ്രാന്തത്തിയോ ഒന്നും അല്ല. പക്ഷെ നമ്മൾ അവിടെ പോയി ആ സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി അവൻ പോയി അല്ലെങ്കിൽ അവള് പോയി എന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് നാട്ടുകാർ തരുന്നത് ഭ്രാന്തനായി, അല്ലെങ്കിൽ അവളൊരു ഭ്രാന്തിയാണ്, അവൾ അവിടെ പോയി ഇവിടെ പോയി എന്നാണ് പറയാ. അപ്പോ നമ്മൾ എപ്പോഴും മടി പിടിച്ച് ഇരിക്കും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെയൊക്കെ ആണെങ്കിൽ നല്ല ഫീസും ഉണ്ടാവുന്നുണ്ട്, കാരണം അവർ അത്രയും ടൈം എടുത്ത് എഫേർട്ട് ഇട്ട് ഒരു ക്ലിനിക് ഒക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മള് ചിലപ്പോൾ നമുക്ക് ഫാമിലിയോട് ഒത്തുകൂടി എങ്ങടെയെങ്കിലും പോവാൻ, അല്ലെങ്കിൽ നമ്മളൊരു പെരുന്നാളോ ഓണോ വിഷുവോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുന്ന സമയത്ത്, ഈസ്റ്ററോ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സ് എടുക്കാനൊക്കെ നമ്മൾ 10,000 ചെലവാക്കും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1000 ഒക്കെ നമ്മൾ ചെലവാക്കും. നമ്മുടെ മനസ്സിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ നമ്മുടെ ബോഡിക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്യാഷ് ചെലവാക്കാൻ ചിലവരൊക്കെ മടിക്കും. ഹോസ്പിറ്റലിൽ പോകും, അത്രയും വയ്യാന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഇന്നൊരു ഓപ്പറേഷൻ വേണം, 1,00,000 രൂപ വേണം പറഞ്ഞ് നമ്മൾ കൊടുക്കും. എവിടുന്നെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നില്ല. ചിലപ്പോൾ അക്കൗണ്ടിലുള്ള നമ്മുടെ സേവിങ്സ് ആയിരിക്കും എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കടം മേടിക്കും, കടം മേടിച്ചിട്ടാണെങ്കിൽ അത് ചെയ്യും. പക്ഷെ നമുക്ക് വേണ്ടി നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ബോധേഡ് ആയിരിക്കില്ല. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ആ ഒരു അറ്റത്തേക്ക് എത്തുമ്പോഴാണ് അത്രയും ഡിപ്രഷനായി വെറുത്തു പോയി നമ്മുടെ ലൈഫിൽ നമുക്ക് ഒന്നും ആവാൻ പറ്റിയില്ല, വിചാരിച്ച ഒന്നും എത്തിയില്ല എന്നുള്ള ആ ചിന്തകളൊക്കെ ആയി എത്ര പേരല്ല ഓരോ ന്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം വരും. അവർക്ക് ഒരാൾ പറഞ്ഞു കൊടുക്കാം, നമ്മളെപ്പോലെ ഒരു വ്യക്തി ഒരു സുഹൃത്തായിട്ട് അല്ലെങ്കിൽ ഒരു മൈൻഡ് കോച്ച് ആയിട്ടൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ അവരുടെ ലൈഫ് ഒരിക്കലും അങ്ങനെ ആവില്ലായിരുന്നു നമുക്ക് തോന്നലുണ്ട്. പലർക്കും നമ്മുടെ ടീമിലൊക്കെ അങ്ങനെ പറയലുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ പറയുന്ന ഒരു കോഴ്സിൽ ചേർന്ന് കുറെ പേര് 1000 10,000 ഉണ്ടാക്കിയവരുണ്ട്, ബിസിനസ് ഡെവലപ്പ് ആക്കിയവരുണ്ട്, അങ്ങനെ പല പല ആളുകളുണ്ട്, പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ഇന്നത്തെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറയുന്നത് സ്നേഹവും കെയറിങ്ങും മാത്രമല്ല, നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടിങ് സിസ്റ്റം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു ഗ്യാങ് ഓഫ് ആളുകൾ, അല്ലെങ്കിൽ ഒരാളെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇപ്പൊ നമ്മളൊരു സ്റ്റെപ്പ് അങ്ങനെ ബാക്കിൽ നിൽക്കുമായിരിക്കും, ഒരു സ്റ്റെപ്പെങ്കിലും എടുത്ത് മുന്നോട്ട് വെച്ച് നമ്മുടെ ലൈഫിൽ നമുക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു ഇത് തോന്നുകയാണെങ്കിൽ ആ തോന്നാനുള്ളൊരു ആത്മാർത്ഥ സുഹൃത്ത് നമ്മുടെ കൂടെ വേണം. അപ്പൊ അതിനുവേണ്ടിയാണ് ഒരുപാട് പേര് ശ്രമിക്കുന്നത്. ഇപ്പൊ സുജിത പറഞ്ഞ സമയത്ത് ഞാനാണ് പറഞ്ഞത്, ഇപ്പൊ ഞാൻ മാത്രമല്ല ഒരുപാട് പേരുണ്ട്. ചില ആളുകളൊക്കെ ഒരു ഓഫീസ് വെച്ചിട്ട് ഇങ്ങനെ ഓൺലൈൻ ത്രൂ അല്ലാതെ ഇപ്പൊ 1 by 1 ഇതൊക്കെ കൊടുക്കണൊക്കെ ആണെങ്കിലും അവരുടെ ഓഫീസ് വെച്ചിട്ടായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരിക്കും. നമുക്ക് കുറെ പേർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അവിടെ പോകാനും ഉണ്ടാക്കാനൊക്കെ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള മൈൻഡ് കോച്ചായി വന്നിട്ടുള്ള ഒരുപാട് പേര് വെർച്വലി നമുക്കിപ്പോൾ ഓൺലൈനിൽ 1 by 1 നമുക്ക് പറയാനുള്ളത് നമ്മളും അപ്പുറത്തിരിക്കുന്ന നമ്മുടെ ആ ഒരു ഞാനാണെങ്കിൽ ഞാനും നിങ്ങളൊരാൾ മാത്രമായിരിക്കും കേൾക്കുന്നുണ്ടാവുക. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് അതിനുള്ള പരിഹാരം ഒരു 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലേ മാറിപ്പോകും. കാരണം ഇപ്പൊ ഉള്ള ലൈഫിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ഡ്രീം ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നത് എനിക്ക് ഒരു ഡ്രീമും ഇല്ല, എന്റെ എല്ലാ ഡ്രീമും കഴിഞ്ഞു എന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും ഡ്രീം ഉണ്ടായിരിക്കും. നമ്മൾ അറിയാതെ അതൊക്കെ കരിഞ്ഞുണങ്ങി പോയതായിരിക്കും. അതൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് എന്താ പറയാ ചെടികളിലൊക്കെ മുട്ടിട്ട് പൂ വിരിയുന്ന പോലെ അതൊക്കെ നമുക്ക് സക്സസ് ആയിട്ട് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അതിന് നമ്മൾ എന്ത് വേണം, നമ്മൾ ശ്രമിക്കണം, നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മുടെ മൈൻഡ് കോച്ചിന്റെ ഒരു ലെവലുണ്ട്. ലെവൽസ് ഒരു 3-4 ലെവലിലൂടെയാണ് നമ്മുടെ മൈൻഡ് നമുക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത്. നമ്മുടെ മൈൻഡ് എന്താണ്, മൈൻഡിന്റെ ബോധ മനസ്സിനൊക്കെ ഇതിൽ ലെവൽസ് ഉണ്ട്. നിങ്ങൾ ലെവലിൽ എടുക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയമായി ചെയ്ത് ആ ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സക്സസ് ആവാൻ പറ്റും. ഞാനൊക്കെ അത് ചെയ്ത് വന്ന ആളാണ്. പക്ഷെ നമുക്കൊരു മെന്റർ ഇതൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് പഠിച്ച് കോഴ്സ് ഒക്കെ എടുത്ത് അങ്ങനെ വന്ന വ്യക്തികളാണ്. നിങ്ങൾക്കും അതുപോലെ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി പറ്റും. ആ കോഴ്സിനെ കുറിച്ചും കൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അത് എടുക്കാം, അല്ലാത്ത ആളുകൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ, ഇപ്പൊ കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്ത കുറെ പേരുണ്ടാവും, അവർക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അവിടെ ഡെയിലി മോർണിംഗ് 10 o'clock മുൻപ് ഞാനൊരു മെസ്സേജ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടും. ഇപ്പൊ നമ്മൾ ന്യൂസ് പേപ്പർ ആണെങ്കിലും TV ആണെങ്കിലും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അധികം കിട്ടുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല അല്ലെ. ഒരു 10% പോസിറ്റീവ് ആണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ രാഷ്ട്രീയക്കാരുടെ പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നമാണ്, മൊത്തത്തില് പ്രശ്നങ്ങളായിരിക്കും. അപ്പോ നമ്മുടെ ലൈഫിൽ നമ്മൾ കേൾക്കേണ്ടതും കാണേണ്ടതും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. എല്ലാത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രയോഗിക്കേണ്ടതും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്കറിയുന്ന ഒരു പോസിറ്റീവ് കാര്യം മറ്റൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൂടെ നമുക്കും നല്ല ഒരു ലൈഫിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്, സക്സസ് ആണ്. അത് കേൾക്കുന്ന വ്യക്തിക്കും സക്സസ് ആണ്. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്കും സക്സസ് ആണ് അല്ലേ. അതിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ യെസ് എന്ന് ഇടാം, അല്ലെങ്കിൽ തംസ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സോ ഞാനിപ്പോ നമ്മുടെ കോഴ്സിന്റെ ഒന്ന് ഷെയർ ചെയ്യാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മുടെ കോഴ്സിന്
5,000 റുപ്പീസ് ആണ് വരുന്നത് നമ്മുടെ മൈൻഡിനെ മനസ്സിലാക്കാനും അതേപോലെ തന്നെ നമ്മുടെ മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്യാനും. അതുപോലെ കുറേ ടൂൾസ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ദിവസം നമ്മൾ 1-2 ടൂളുകൾ നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മുടെ ലൈഫിൽ എന്താണ് കൂടുതൽ കൂടുതൽ നമുക്ക് ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ 5,000 റുപ്പീസ് ആണ് നമ്മുടെ കോഴ്സിന് വരുന്നത്. ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിൽ കയറിയിട്ടുള്ള ആളുകൾക്ക് ഓഫർ പ്രൈസ് ആയിട്ട് 3,500 രൂപയാണ്. ഒരു മാസത്തെ കോഴ്സാണ്. ഇതുപോലത്തെ ലൈവ് സെക്ഷൻസ് 4 ഉണ്ടായിരിക്കും. മെഡിറ്റേഷൻസ് കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പൊ ഞാൻ ആരും ജോയിൻ ചെയ്തിട്ടില്ല. അപ്പൊ ലേഡീസിന് വേണ്ടിയിട്ടും ജെന്റ്സിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. ഇന്ന് ഞാൻ താല്പര്യമുള്ള വ്യക്തികളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു മിക്സഡ് ആയിട്ട് ഗ്രൂപ്പും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു ലെവൽസ് എടുക്കുന്ന വ്യക്തികളെ ആ ഒരു ഗ്രൂപ്പിലാണ് ആഡ് ആക്കുന്നത്. ലേഡീസ് ജെന്റ്സ് അങ്ങനെയല്ല, മിക്സപ്പ് ആയിരിക്കും. അതിൽ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ കെയറിങ് തരാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ റേറ്റ് ഇതാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. കമന്റിൽ എന്തായാലും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഗ്രൂപ്പിൽ ചോദിക്കാം ഏതൊക്കെയാണ് തരുന്നത്. നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്ത് നിങ്ങളുടെ കൂടെ ഒരു ഗുഡ് ഫ്രണ്ടായി നിങ്ങൾക്ക് എല്ലാത്തിനും സപ്പോർട്ട് തന്ന് കൂടെ നിൽക്കാനും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തരാനും എനിക്ക് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊരു പ്രശ്നമാണെങ്കിലും തുറന്ന് പറയാം. അതിൽ നമുക്ക് എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, അത് ഡാം ഷുവർ ആണ്. പിന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത വ്യക്തികൾക്ക്, ഇപ്പോൾ ഇത്ര നേരമായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക്, നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് മാത്രം, പുറത്തുള്ള ആർക്കും ഇല്ല. പുറത്തുള്ള എല്ലാവർക്കും 3,500 തന്നെയാണ്. ഈ ഒരു ടീമിലുള്ള ആളുകൾ ഇന്നോ അല്ലെങ്കിൽ നാളെ 10 മണിക്ക് മുൻപോ ഇത് കാണുന്ന അക്കൗണ്ടിന് എൻ്റെ ഈ ഒരു ഫോൺ നമ്പർ തന്നെയാണ് നമ്മുടെ അക്കൗണ്ട്, ഗൂഗിൾ പേയുടെ അക്കൗണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാം. 1,999 രൂപയാണ് പേയ്മെന്റ് വരുന്നത്. ഓക്കെ, അത് ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ നാളെ മോർണിംഗ് 10 o'clock മുൻപ് നിങ്ങൾ ഈ ഒരു പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കോഴ്സിന്റെ വാല്യൂ പറഞ്ഞ പോലെ 5,000 തന്നെയാണ്. പക്ഷെ നമ്മളുടെ ഈ ഒരു ടീമിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ ലൈഫിൽ രക്ഷപ്പെടണം അല്ലെങ്കിൽ സക്സസ് ആവണം, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആവുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിലൂടെ ഡെവലപ്പ് ആവണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് അടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് സ്പെഷ്യൽ ഓഫറാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പേയ്മെന്റ് അടച്ചിട്ട് നമ്മുടെ ലെവൽ 1 ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? മെഡിറ്റേഷൻ ചെയ്യാൻ എല്ലാവരും റെഡിയാണോ? ഒരു കുഞ്ഞു മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, മെഡിറ്റേഷന് ടൈം ഉണ്ടാവില്ല വിചാരിച്ചു, പക്ഷെ നമുക്ക് ടൈം ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു പ്ലേസിൽ കംഫർട്ട് ആയിട്ട് ഇരിക്കുക. ഇപ്പൊ മൊബൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ എവിടെയാണോ വെക്കാൻ പറ്റുക ആ ഒരു പ്ലേസിൽ വെക്കുക. ദെൻ നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ കയ്യില് നമുക്ക് എല്ലാവർക്കും 5 വിരലുണ്ട്. അതിൽ നമ്മുടെ തം ഫിംഗർ, തള്ളവിരലും, അതേപോലെ തന്നെ ചെറുവിരലിന്റെ തൊട്ട് അപ്പുറത്തുള്ള മോതിര വിരലും ഇങ്ങനെ പിടിക്കുക. കാണുന്നുണ്ടോ എന്റെ ഹാൻഡ്? ഈ ഒരു 2 ഫിംഗേഴ്സിന്റെ ടിപ്പിലും നമുക്കൊരു മാജിക്കൽ വൈബ്രേഷൻ ഉണ്ട് എന്നാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും അതേപോലെ നമ്മൾ ധ്യാനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ 2 ഫിംഗേഴ്സ് കുറച്ച് അങ്ങനെ അമർത്തി പിടിക്കണമെന്നില്ല, കുറച്ചൊന്ന് ഇതായി പിടിച്ച് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. എല്ലാവരും ഇത് പിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ദെൻ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ 2 കാലുകൾക്ക് മുകളിലും ഈ കൈകൾ ഇങ്ങനെ വെക്കുക. കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് വെക്കുക. വീഡിയോ ഓണാക്കാൻ പറ്റുന്നവർക്ക് വീഡിയോ ഓണാക്കാം, അല്ലാത്തവർ ഓണാക്കണമെന്നില്ല. ഇനി എല്ലാവരും ഈ ഒരു മെഡിറ്റേഷന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. അതിന് പ്രത്യേകം പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. ഇത് മ്യൂസിക് കേൾക്കുന്നുണ്ടോ? മ്യൂസിക് ഞാൻ ഓണാക്കിയിട്ടുണ്ട്, കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീഡിയോ ഓണാക്കിയിരിക്കാൻ പറ്റുന്നവർ അത്രയും പേരും വീഡിയോ ഓണാക്കിയിരിക്കുക. നിങ്ങളുടെ വീഡിയോ ഓണാക്കിയിരിക്കുന്ന ആ ഒരു കോൺഫിഡൻസിൽ നമുക്ക്, ഞാൻ പറഞ്ഞു, നമ്മളുടെ റീപ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെൽഫ് ലവ് വരുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും കണ്ണുകൾ ചിമ്മി കൈകൾ ഞാൻ പറഞ്ഞ ഈ ചിന്മുദ്രയിൽ വെച്ച് കാലുകളിൽ വെക്കുക. ശ്വാസം മെല്ലെ ഉള്ളിലേക്ക് എടുക്കുക.
ശ്വാസം മെല്ലെ പുറത്തേക്ക് വിടുക. ഇനി നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ ചിമ്മുക. ചുറ്റും ഒരുപാട് സൗണ്ടുകൾ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് ഒന്നും കൊണ്ടുപോകാതെ നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്ന നിങ്ങളുടെ ശ്വാസത്തിലേക്കും പുറത്തേക്ക് വിടുന്ന നിങ്ങളുടെ നിശ്വാസത്തിലേക്കും മാത്രം ഫോക്കസ് ചെയ്യുക. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക. നമ്മുടെ വയറിലേക്ക് ആ ഒരു ശ്വാസത്തിന്റെ ഇത് പോകുന്നത്, ആ ഒരു ചൂട് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാം. പുറത്തേക്ക് ശ്വാസം വിടുമ്പോഴും ആ പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുക. യെസ്. ശ്വാസം മെല്ലെ ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. ഓരോ പ്രാവശ്യം ശ്വാസം എടുക്കുമ്പോഴും സ്വർണ്ണവർണ്ണ നിറത്തിലുള്ള ഒരു പ്രകാശം നിങ്ങളുടെ ശ്വാസകോശത്തിലൂടെ നിങ്ങളുടെ ശരീരമാസകലം പടരുന്നതായി വിചാരിക്കുക. ആ ശ്വാസത്തെ നിങ്ങൾ മെല്ലെ ഹോൾഡ് ചെയ്ത് പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും, ദേഷ്യങ്ങളും, പകയും, വിദ്വേഷവും എല്ലാം പുറത്തേക്ക് ഒരു കറുത്ത പുകയായി പോകുന്നതായിട്ട് ചിന്തിക്കുക. യെസ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹാപ്പിനെസിന്റെ മെഡിറ്റേഷൻ ആണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയി ഇരിക്കുന്നതായി സങ്കല്പിക്കുക. നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഭക്ഷണമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, കണ്ണുകൾ അടച്ചു പിടിച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കൊണ്ടുവന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ വളരെ ഹാപ്പിയിലാണ് ഇരിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളതിൽ വളരെ സന്തുഷ്ടരാണ്. ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, നമ്മളെ കളിയാക്കുന്നവരും നമ്മളെ പുച്ഛിക്കുന്നവരും നമ്മളോട് അകൽച്ച കാണിക്കുന്നവരും എല്ലാവരും ഇപ്പോൾ മുതൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുഖത്തെല്ലാം ഒരു ചിരി വരുന്നുണ്ടല്ലേ? നമ്മൾ ശത്രുക്കളായി കാണുന്ന ആ വ്യക്തികൾ പോലും നമ്മളെ സ്നേഹിക്കുന്നു എന്ന് സങ്കല്പിക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ അത് സങ്കല്പിക്കുക. യെസ്. ഇപ്പോൾ മുതൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ദേഷ്യവും, പകയും, വിദ്വേഷവും എല്ലാം ഈ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ വിഷമയമായിട്ടുള്ള ചിന്തകളെല്ലാം ഒരു കറുത്ത പുകയായി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോബ്, നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വീട്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ മക്കളുടെ ജോലി എന്നുള്ള കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി ഓരോ ദിവസങ്ങളിലായി നേടിയെടുക്കുന്നതായി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. യെസ്. ഇപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിങ്ങളുടെ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയം ഹാപ്പിയായി മാത്രം ഇരിക്കാൻ അർഹരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. ശ്വാസം മെല്ലെ ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം മെല്ലെ പുറത്തേക്ക് വിടുക. നമ്മുടെ യൂണിവേഴ്സിലെ ഒരു ശക്തി നിങ്ങളെ സ്വർണ്ണവർണ്ണ നിറമായി ചുറ്റി നിൽക്കുന്നത് പോലെ സങ്കല്പിക്കുക. അതെ, നിങ്ങൾ വളരെ ഹാപ്പിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് മാത്രമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. സങ്കടം തരുന്ന, വിഷമം തരുന്ന എന്ത് കാര്യങ്ങൾ ഉണ്ടായാലും അതിനെ ഒരു ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ട് ചിരിച്ചുകൊണ്ട്, അവരോട് ദേഷ്യപ്പെടാതെ, മറ്റൊരു ഇതും ചെയ്യാതെ, മനസ്സിനുള്ളിൽ ആ വിദ്വേഷം വെച്ചിരിക്കാതെ ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി കഴിയും. നിങ്ങളിപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള മൈൻഡിന് ഉടമയാണ്. യെസ്. Breathe in slowly, breathe out slowly. നിങ്ങൾ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. ഇനിയുള്ള ലൈഫിലും നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാൻ കഴിയട്ടെ.
ഫെബിന മാമിന്റെ മൈക്ക് മ്യൂട്ടാക്കണേ. ഓക്കെ. സോ ഇപ്പോൾ മുതൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുത്തു കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുക. ആ ഒരു സന്തോഷത്തിൽ ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. ഇനി മെല്ലെ നിങ്ങളുടെ കൈകൾ ഉരസിക്കൊണ്ട് ചൂടാക്കി ആ ചൂട് നിങ്ങളുടെ അടഞ്ഞിരിക്കുന്ന കണ്ണുകളിലേക്കും നിങ്ങളുടെ ഫേസിലേക്കും അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മെല്ലെ കണ്ണുകൾ തുറക്കാം. എല്ലാവർക്കും സമയമെടുത്ത് മെല്ലെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ഓക്കെ. സോ ഒരു മെഡിറ്റേഷനും കൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റി. ഭയങ്കര സന്തോഷം. നിങ്ങളുടെ മനസ്സിലുള്ള പല പല വിഷമങ്ങളും സങ്കടങ്ങളും ഇതൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. മെഡിറ്റേഷനെ കുറിച്ചിട്ട് ഫീഡ്ബാക്സ് ആർക്കെങ്കിലും തരാനുണ്ടെങ്കിൽ, ഇതുവരെ മൈക്ക് ഓൺ ആക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ആക്കി പറയുവാണെങ്കിൽ സന്തോഷം. എനിബഡി? മെഡിറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഹാപ്പി ആയോ? ഹാപ്പി ഫീൽ കിട്ടിയോ? ഇല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ. ഫെബിന മാം ഇടയ്ക്കാണ് ജോയിൻ ചെയ്തത് അല്ലേ? ആരൊക്കെയോ ലെഫ്റ്റ് ആയി വീണ്ടും കയറിയത് കണ്ടു. മൈക്ക് ഓൺ ആയിരുന്നു. ഓക്കെ. ബാക്കി ആർക്കെങ്കിലും? ഹലോ, കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട്. മെഡിറ്റേഷൻ സൂപ്പർ ആയിരുന്നു. പിന്നെ ക്ലാസ്സും അതെ സൂപ്പർ ആയിരുന്നു. ഞാൻ നേരത്തെ മൈക്ക് ഓൺ ചെയ്തപ്പോ എല്ലാവരും ഓപ്പൺ കണ്ടാന്ന് വെച്ചിട്ട് മിണ്ടാതിരുന്നതാ, ഓപ്പൺ ചെയ്യാതിരുന്നതാ. സൂപ്പർ ആയിരുന്നു ക്ലാസ്. പിന്നെ അനിലയെ കാണുമ്പോഴും സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തോന്നുന്നു. എനിക്ക് എപ്പോഴും ഞാൻ വിചാരിക്കും ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോ ഈ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് എന്റെ ഭാഗ്യ. വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്. പറയൂ സർ. ഹലോ മാം, എൻ്റെ പേര് സുബിൻ. മാം ക്ലാസ് നല്ലതായിരുന്നു. പക്ഷേ മാം ഞാൻ നാളെ വിളിച്ച് സംസാരിക്കും. ഞാൻ ഇന്ന് ഡ്യൂട്ടിയിലാണ്. ഓക്കെ സർ. നാളെ വിളിച്ച മാമിനെ കിട്ടുമോ? നാളെ ഞാൻ ടൈം വാട്സപ്പ് ചെയ്യും. എനിക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യോ? ഒരു മോർണിംഗ് ആഫ്റ്റർ 10 o'clock ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. ഞാൻ ടൈം വാട്സപ്പ് ചെയ്യാം. ഫ്രീ ആവുന്ന സമയം ഒന്ന് നോക്കട്ടെ. സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ട് നാളെ. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഒക്കെ ചെയ്യാൻ. ഞാനൊരു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേഴ്സാണ് ഓൾറെഡി. ഇപ്പം ഹോസ്പിറ്റൽ ഫീൽഡ് വിട്ടിട്ട് ഇപ്പം ഒരു ഹോം കെയറിന്റെ ഇതിലാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പം ഡ്യൂട്ടിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ. ഡ്യൂട്ടി ഫസ്റ്റ് നടക്കട്ടെ. എന്തായാലും നല്ലൊരു ജോബാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഞാനൊരു പാലിയേറ്റീവ് കെയറിന്റെ ഒരു ഡിസ്ട്രിക്ട് കോർഡിനേറ്ററും ഒക്കെയാണ്. പത്തനംതിട്ട, എന്റെ വീട് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട മഞ്ഞേനിക്കര എന്ന് പറയും. മാം ഞാൻ ഒരു തിരക്കിലാണ്. നാളെ ഞാൻ കോണ്ടാക്ട് ചെയ്യാം മാമിനെ. ഓക്കെ സർ. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഫീഡ്ബാക്ക് ഇടാൻ ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കും ഒന്നും പറയാനില്ല. കുറെ പേര് കാണുന്നുണ്ടല്ലോ. മുനീറ, വിജയ, അനുപനു, അതിലുള്ള. ഹായ്. ക്ലാസ് ആയിരുന്നു. മൈൻഡിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു ക്ലാസ് ലഭിച്ചു. അതേപോലെ മെഡിറ്റേഷൻ ആണെങ്കിലും സൂപ്പർ ആയിരുന്നു. അതിനുശേഷം വളരെ ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. മാമിന്റെ ക്ലാസ് കേട്ടിരിക്കാനും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശരണ്യ മാം. ഓക്കെ. അപ്പൊ ഇനി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഈ പറഞ്ഞ മാതിരി നമ്മൾ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ഉള്ളിലേക്ക് എടുത്ത്, ഞാൻ പറയുന്നത് മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നതും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക. ലെവൽ 1 ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ എല്ലാവരും ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഓഫർ ഉള്ളത് നാളെ 10 മണി വരെ ആയിരിക്കും. അതിനുശേഷം പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള പേയ്മെന്റ് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ലെവൽ 1 ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്ത ആളുകൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഡെയിലി നമുക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചിരിക്കാനുള്ളൊരു
എത്തിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അവിടെ നിന്നും ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒന്നോ രണ്ടോ പേര് നമ്മുടെ കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ടൊന്ന്, നമ്മുടെ ഹാപ്പി ഹാർട്സിനെ കുറിച്ചിട്ടൊന്ന് ഒന്നോ രണ്ടോ വാക്ക് പറയാൻ പറ്റുമോ? കമ്മ്യൂണിറ്റിയിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ? ഓക്കെ, ഞാൻ പറയാം. എനിക്ക് ഈ ക്ലാസ്സിനെ പറ്റി ഒന്നും പറയാൻ കഴിയൂല, കാരണം എന്റെ കയ്യിൽ നിന്ന് വാട്സപ്പ് പോയിക്കായിരുന്നു. ഇപ്പൊ കുറച്ചൊരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ കിട്ടിയിട്ട്. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിട്ട് വേഗം കയറി നോക്കിയതാ. അപ്പൊ ലാസ്റ്റ് ഭാഗം അയക്കണോ, അപ്പൊ ഞാൻ അത് ചെയ്തില്ല. കമ്മ്യൂണിറ്റിയെ പറ്റി പറയാം. നമുക്ക് ഡെയിലി ഇപ്പം ഓരോന്ന് ഇടുമ്പോൾ നമ്മുടെ മൈൻഡിനൊന്ന് റിഫ്രഷ് ആവും. അത് ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആകും. ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആകും. അതുപോലെയൊക്കെ തോന്നാറുണ്ട് എന്ന് ഞാൻ നോക്കും. ഇനിയിപ്പോൾ അഥവാ മാം ഇടാൻ വഴുകി കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുന്ന കാണാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചതായിരിക്കണം. പക്ഷെ എന്തായാലും ഡെയിലി നമുക്കിത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സമാധാനമായിരിക്കും. നമുക്ക് ഒരുപാട് സ്ട്രെസ്സിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഇപ്പോൾ എന്നെ തന്നെ സംബന്ധിച്ച വീട്ടിലത്തെ കാര്യം, മക്കളെ കാര്യം, 2 ചോട്ടകളാണ്. അപ്പോൾ അവർ ഹാൻഡിൽ ചെയ്ത് വരുന്നതും പിന്നെ വേറെ ചുറ്റുള്ള ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ അത് കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയി തോന്നുന്നുണ്ട്. നല്ലൊരു ഭാഗമായി. ഇന്നത്തെ ക്ലാസ് മിസ്സായി എന്തായാലും. അപ്പം എനിവേ താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി അയക്കാൻ പറ്റുകയാണെങ്കിൽ അയക്കാം. വോയിസ് ഒക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കുറെ പേർക്ക് കയറാൻ പറ്റിയിട്ടില്ല, മഴയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. വാട്സപ്പ് പോയത് തിരിച്ചു കിട്ടിയല്ലോ അല്ലെ, സന്തോഷം. നമ്മൾക്ക് ഉള്ള ഒരു പ്രശ്നമാണ് അത്. നമ്മുടെ വാട്സപ്പിൽ ചില ആളുകൾ എന്തോ കാരണങ്ങൾ കൊണ്ട് വാട്സപ്പിന്റെ വാട്സപ്പ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആയി പോകുന്നുണ്ട്. അല്ലെങ്കിലും വാട്സപ്പ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേഞ്ച് ആവുന്നുണ്ട്. എന്നാലും തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞൊരു സന്തോഷം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമ്മുടെ സെഷൻ 2 മിനിറ്റും കൂടെ ഉള്ളൂ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മൈക്ക് ഓൺ ആക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ക്ലാസ്സിന്റെ വോയിസ് അയക്കാൻ പറ്റുമോ മാം? വോയിസ് മീൻസ് മനസ്സിലായില്ല. വോയിസ് റെക്കോർഡിങ് ഇപ്പൊ അടുത്ത സെഷന്റെ റെക്കോർഡ് ഞാൻ നോക്കട്ടെ. റെക്കോർഡ് ഓക്കെ ആണെങ്കിൽ ഞാൻ അയച്ചിടാം കേട്ടോ. ഓക്കെ, കുറച്ച് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഇടാം. 2 ഫെബിന മാം ഉണ്ടല്ലേ? ഓക്കെ, ഫെബിന നമ്മുടെ ഗ്രൂപ്പിലുണ്ടോ? കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുള്ള വ്യക്തിയാണോ? ഞാനുണ്ട്, മറ്റേ ഫിബിന ഉണ്ട് തോന്നുന്നു. ഓക്കെ ഓക്കെ, ഷെയർ ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ ഷെയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. എന്തായാലും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് അതിൽ സക്സസ് ആക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ അത് ഓക്കെ ആവാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ. ഞാൻ എന്തായാലും ഷെയർ ചെയ്യും. നോക്കിയിട്ട് വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും കേട്ടോ. ഓക്കെ, അതേപോലെ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ തംസപ്പും റിയാക്ഷനും, അതേപോലെ കുറച്ച് പേരൊക്കെ മൈക്ക് ഓപ്പൺ ചെയ്ത് പറഞ്ഞു, കുറച്ച് പേരൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ സ്റ്റേജ് ഫിയർ ആയിരിക്കും. എല്ലാവരോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ പോസിറ്റീവായി മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ പറയുന്ന ദേഷ്യങ്ങൾ അല്ലെങ്കിൽ വെറുപ്പ് വരുത്തുന്ന കാര്യങ്ങളൊക്കെ കേട്ട്, അല്ലെങ്കിൽ ടിവികളിലും ഇതിലൊക്കെ നമ്മൾ വേണ്ടാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ കണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ഇല്ലാണ്ടാക്കാതിരിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങളുടെ ലൈഫിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഓരോ അവസരങ്ങളുണ്ട്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നമ്മളുടെ ഫീൽഡ് എന്താണെന്നുള്ളത് കണ്ടെത്തി നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുക. അതിന് സപ്പോർട്ട് തരാൻ നമ്മൾ കൂടെ ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന സമയത്ത് നമുക്ക് അറിയാലോ, നമ്മളിപ്പോ ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിൽ പോവുകയാണ് എന്നിരുന്നാൽ കൂടി നിങ്ങളെ ഉപേക്ഷിക്കില്ല. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടുന്ന മെസ്സേജസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുക, ഹാപ്പി ഹാർട്ടായിട്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. 9:30 മണിയായി. നിങ്ങൾക്ക് ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു കേട്ടോ. അഫർമേഷൻസ് ഒക്കെ, പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ പറഞ്ഞിട്ട്, അഫർമേഷൻസ് പറഞ്ഞതിന് ശേഷം മാത്രം കിടന്നുറങ്ങുക സുഖമായിട്ട്. ഓക്കെ.